അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, മോൻ പറഞ്ഞത് കേൾക്കുന്നില്ല, മോള് അനുസരിക്കുന്നില്ല എന്ന ധാരാളക്കണക്കിന് പരാതികൾ ഒരുപക്ഷെ നിത്യജീവിതത്തിൽ കണ്ടും കേട്ടുമാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ കേൾക്കുന്ന വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ്. ആ കേൾക്കുന്ന പ്രായത്തിൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചാൽ കേൾക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വർഷങ്ങളിലും മക്കൾ കേൾക്കും, പടച്ചവൻ്റെ തൗഫീഖുണ്ടെങ്കിൽ. എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം എന്ന് വിശുദ്ധ ഖുർആൻ 31 അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 13 മുതലുള്ള ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. ആ ഉപദേശത്തിൻ്റെ പ്രത്യേകത, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ എന്ന്, എൻ്റെ കുഞ്ഞു മകനെ എന്ന്. മക്കളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന വലിയ സന്ദേശവും ഇതിലുണ്ട്. മോനെ എന്ന് വിളി, മോളെ എന്ന് വിളി ആഗ്രഹിക്കുന്നു മക്കൾ എന്നർത്ഥം. ആ മക്കളോട് കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അവരുടെ വിശ്വാസം ശരിയാവുക എന്നതാണ്. അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ അവരുടെ വിശ്വാസം ശരിയാകണം. അതിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, അത് ഏറ്റവും വലിയ അക്രമമാകുന്നു എന്ന പാഠം അറിയുക. തൗഹീദ്, ഏകദൈവ ആരാധന പൊക്കിൽ കൊടിയിലൂടെ പകരുകയില്ല. അത് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ചാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാതാവ് സഹിച്ചിട്ടുള്ള ഒട്ടേറെ പ്രയത്നങ്ങൾ, ഒട്ടേറെ പ്രയാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ പടച്ചവനെതിരിൽ മാതാപിതാക്കൾ പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അനുസരിക്കേണ്ടതില്ലെന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരു കൊച്ചു കാര്യം, അതൊരു കടുകിൻ്റെ മണിയുടെ തൂക്കമായിരുന്നാലും, എന്നിട്ടതൊരു പാറക്കല്ലിൻ്റെ ഉള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. അഥവാ സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കണം. കളവിൻ്റെ അംശം പോലും മോനെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല, നമസ്കാരം എന്ന അള്ളാഹുവുമായുള്ള മുനാജാത്തിൻ്റെ കാര്യം, യാ ബുനയ്യ അഖിമിസ്സലാ, തീർന്നില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അതെ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു വ്യക്തിയിലില്ലെങ്കിൽ ആ വ്യക്തി നശിച്ചു പോകും. ഒരു വീട്ടിലില്ലെങ്കിൽ ആ വീട് നശിക്കും. ഒരു നാട്ടിലില്ലെങ്കിൽ ആ നാട് നശിച്ചു പോകും. തെറ്റുകൾ ചെയ്യുന്നു, ആരും എതിർക്കുന്നില്ല, എന്തായിരിക്കും അവസ്ഥ? വസ്ബിർ അലാമ അസ്വാബക്. മാത്രമല്ല, നീ ക്ഷമ കൈക്കൊള്ളണം. മാത്രമല്ല, എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത്, അവരോട് കവിൾ കോട്ടരുത്, അഥവാ മുഖം തിരിച്ചു കളയുന്ന അഹന്തയുടെ നിലപാട് പാടില്ല. ദുരഭിമാനം കാണിക്കുന്ന അവസ്ഥയിൽ നടക്കരുത്. എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം എന്ന് മാത്രമല്ല, ജനങ്ങളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ കഴുതയുടെ നിലപാട്, അങ്ങോട്ട് പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ നിരന്തരമായി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കഴുതയുടെ ആ അവസ്ഥയിലേക്ക് പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യം ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് നല്ല സംസ്കാരം നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ബാധ്യത ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കരുത്. അവർ വലുതാകുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കണമെങ്കിൽ നമ്മളോട് ചേർത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞും പഠിപ്പിച്ചും മനസ്സിലാക്കിയും നല്ല കാര്യങ്ങളിൽ പങ്കാളിത്തം കൊടുത്തും മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമികമായ ശിക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.